ഒരു നിർണായകമായ പ്രഖ്യാപനം പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഏതായാലും അല്പസമയത്തിനകം തന്നെ പ്രധാനമന്ത്രി ഈ സ്ഥലത്ത് കൂടി, ഈ മേപ്പാടി എന്ന ഈ പ്രധാനപ്പെട്ട ചെറിയ ഒരു ടൌണാണ്, ഈ പ്രദേശത്ത് കൂടി കടന്നുപോകും. ചൂരൽമലയിലേക്കാകും അദ്ദേഹം കടന്നുപോവുക. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്ന് ഒരു 12 കിലോമീറ്റർ കൂടി, മേപ്പാടിയിലെത്തിയാൽ ഒരു 12 കിലോമീറ്റർ കൂടി റോഡ് മാർഗം ഉള്ള യാത്ര ഉണ്ട്. അതിനുശേഷം ഇപ്പോഴത്തെ സമയക്രമം അനുസരിച്ച് 1.5 മണിക്കാണ് അദ്ദേഹം തിരികെ ഈ വഴി തന്നെ വന്നു വേണം മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക്, ഇതുവഴി തന്നെ പോകണം, ഇതുവഴി തന്നെ കടന്നു വേണം മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് പോകാൻ. അപ്പോൾ ഈ വഴി തന്നെ അദ്ദേഹം തിരിച്ചു വന്ന് കടന്നു വന്നതിന് ശേഷമാകും അദ്ദേഹം ഈ മൂപ്പൻസ് ഹോസ്പിറ്റലിലേക്ക് പോയി അവിടെയുള്ള ചികിത്സയിൽ കഴിയുന്ന ആളുകളെ സന്ദർശിക്കുക എന്ന വിവരമാണ് ഇപ്പോൾ SPG സംഘം നമുക്ക് പ്രോട്ടോകോൾ ഉദ്യോഗസ്ഥർ നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വ്യോമ നിരീക്ഷണത്തിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇതാ ഹെലികോപ്റ്ററിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഈ ദുരന്ത മേഖലകളിൽ അദ്ദേഹം നേരിട്ട് നിരീക്ഷണം നടത്തുന്നതാണ്. അവിടുത്തെ സാഹചര്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളൊക്കെ അദ്ദേഹം നിരീക്ഷിക്കുന്നതാണ്. അദ്ദേഹത്തോടൊപ്പം മുഖ്യമന്ത്രിയുണ്ട്, ഒപ്പം തന്നെ മറ്റ് ഗവർണറുടെ സാന്നിധ്യമുണ്ട്. എന്താണ് വയനാടിന് സംഭവിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തുകയാണ്. എന്താണ് ആ പ്രകൃതിക്ക് സംഭവിച്ച മാറ്റം? ചീഫ് സെക്രട്ടറി കൂടി അദ്ദേഹത്തോടൊപ്പം ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. സംസ്ഥാന ചീഫ് സെക്രട്ടറി സാന്നിധ്യം കൂടിയുണ്ട്. എന്താണ് നമ്മുടെ പ്രകൃതിക്ക് പറ്റിയത്? വയനാട് ഉണ്ടായ നാശനഷ്ടങ്ങൾ, അതിന്റെ വ്യാപ്തി എത്ര കണ്ട് വലുതാണ്? ഇതൊക്കെയാണ് പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നത്. നമ്മുടെ പ്രകൃതിക്ക് സംഭവിച്ച ഈ ദുസ്ഥിതി, അതിൻ്റെ സാഹചര്യം, ഇതൊക്കെയാണ് അദ്ദേഹം നേരിട്ട് കാണുന്നത്. വയനാട്ടിലുണ്ടായ നാശനഷ്ടങ്ങൾ അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുകയാണ്. ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം, ഹെലികോപ്റ്ററിൽ നിന്നും ആ വയനാട്ടിലെ ആ വലിയ നഷ്ടം, 2 ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞ ആ പ്രകൃതി ദുരന്തം, അത് ഉരുളൊഴുകിയ വഴിയിലൂടെ അദ്ദേഹം വ്യോമ നിരീക്ഷണം നടത്തുകയാണ്. അദ്ദേഹം നേരിട്ട് ബോധ്യപ്പെടുകയാണ് എന്താണ് സംഭവിച്ചത്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ സാഹചര്യങ്ങൾ അദ്ദേഹം നേരിട്ട് കണ്ട് അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം റോഡ് മാർഗം അവിടേക്ക് എത്തുക, ദുരന്ത സ്ഥലത്തേക്ക് അദ്ദേഹം നേരിട്ടെത്തുന്നത് എന്നതാണ് സാഹചര്യം. എന്തായാലും വളരെ മനോഹരമായ തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള സുന്ദരമായ 2 ഗ്രാമങ്ങളെ തൂത്തെറിഞ്ഞ ആ പ്രകൃതി ദുരന്തം, അതുണ്ടായ വഴി, അത് ഇല്ലാതാക്കിയ ജീവങ്ങൾ, ഇതൊക്കെയാണ് അദ്ദേഹം പരിശോധിക്കുന്നത്. ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമൊക്കെ പ്രധാനമന്ത്രി നേരിട്ട് കാണുകയാണ്. സംസ്ഥാന ചീഫ് സെക്രട്ടറി ഉണ്ട്, മുഖ്യമന്ത്രിയുണ്ട്. ഇവരുടെയൊക്കെ സാന്നിധ്യത്തിൽ ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആ സാഹചര്യങ്ങളും ഒക്കെ അദ്ദേഹത്തോട് വിശദീകരിക്കുകയാണ്. ആ വിശദീകരിച്ചുകൊണ്ട് ആ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രിയുമായി പങ്കുവെക്കുകയാണ്. ആ ദുരന്തത്തിന്റെ വ്യാപ്തിയും ആ സാഹചര്യങ്ങൾ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. ഹെലികോപ്റ്ററിൽ നിന്നും പകർത്തിയ ദൃശ്യങ്ങളാണിത്. ആ ദുരന്തത്തിന്റെ വ്യാപ്തി, ആ ഉരുൾ ഒഴുകിയിറങ്ങിയ ഇടങ്ങൾ, ആ 2 ഗ്രാമങ്ങളെ ഇല്ലാതാക്കിയ ഉരുൾ, അതുണ്ടാക്കിയ പ്രതിസന്ധി, ഇതൊക്കെയാണ് അദ്ദേഹം നേരിട്ട് കണ്ട് ബോധ്യപ്പെടുന്നത്. എത്ര കണ്ട് ജീവനുകൾ നഷ്ടമായി എന്ന കണക്കെടുപ്പ് ഇനിയും പൂർത്തിയായിട്ടില്ല. എത്ര പേർക്ക് ജീവനോപാധികൾ നഷ്ടമായി എന്നതിൽ കണക്കെടുപ്പ് പൂർത്തിയായിട്ടില്ല. അങ്ങനെ ഇല്ലാതായ ഈ വലിയ പ്രകൃതി ദുരന്തം, അതില്ലാതാക്കിയ ജീവനുകൾ, അവരുടെ പുനർനിർമ്മാണം, അങ്ങനെ വലിയ ലക്ഷ്യങ്ങൾ ണ്ട് സർക്കാരുകൾക്ക് മുന്നിൽ. അത് സാധ്യമാകണമെങ്കിൽ കൂടിയാലോചനകളും പദ്ധതികളും അതിന്റെ പൂർത്തീകരണവും ആവശ്യമാണ്. അവിടെ ഈ ദുരന്തമുഖത്ത് ഒന്നിച്ചു നിൽക്കുമ്പോൾ ഇത് ജനതയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസം. മേപ്പാടിയിലൂടെ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം കടന്നു വരികയാണ്. ദൃശ്യങ്ങൾ കാണാം. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ വാഹനത്തിലാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഉള്ളത്. അദ്ദേഹം മുൻ സീറ്റിൽ തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യമുണ്ട്. അദ്ദേഹം ദുരന്തമുഖത്തേക്ക് എത്തുകയാണ്. മുൻകാലങ്ങളിലൊക്കെ അദ്ദേഹം ഈ മേഖലകളിൽ ഇങ്ങനെ സന്ദർശനം നടത്തുമ്പോൾ അദ്ദേഹം സാധാരണ പുറത്തേക്ക് ഇറങ്ങുകയൊക്കെ പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സന്ദർശനം മറ്റൊരു സാഹചര്യത്തിലാണ്. ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് നിൽക്കുന്ന ജനതയാണ്, അവർക്ക് കരുത്ത് പകരുന്ന ഒരു ഇടപെടലാണ് അദ്ദേഹം നടത്തുന്നത് അവിടെ. അതുകൊണ്ട് അദ്ദേഹം ആ ദുരന്ത മേഖലകളിൽ നേരിട്ടെത്തുകയാണ്. ചൂരൽമലയിലെ ബേലിപ്പാലം കടന്ന് ചൂരൽമലയുടെ മേഖലകളിൽ അദ്ദേഹം എത്തുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നേരത്തെ നിശ്ചയിച്ച ആ സന്ദർശന പരിപാടിയിൽ ചില മാറ്റങ്ങൾ ഉണ്ടായേക്കാം. അദ്ദേഹം ക്യാമ്പുകളിലേക്ക് നേരിട്ടെത്തുമോ എന്ന കാര്യത്തിൽ ചില വ്യക്തത കുറവുകളുണ്ട്. കാരണം അത് ഒരുപക്ഷെ സുരക്ഷയുടെ ഭാഗമായി ഉദ്യോഗസ്ഥർ ഇതിന്റെ വിശദാംശങ്ങൾ പൂർണ്ണമായും പുറത്തുവിടുന്നില്ല എന്നതാണ് സാഹചര്യം. മാധ്യമങ്ങൾക്കൊന്നും ഈ സന്ദർശനം നടത്തുന്ന ഇടത്തേക്ക് പ്രവേശനം നേരിട്ട് അനുവദിച്ചിട്ടില്ല. കാരണം സുരക്ഷാ പ്രശ്നങ്ങൾ മുൻനിർത്തിയാണ് അത്തരമൊരു നീക്കം നടത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്ക് ഒപ്പമുള്ള ക്യാമറ സംഘവും മറ്റുമാണ് പ്രധാനപ്പെട്ട ദൃശ്യങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ കാണുന്ന ദൃശ്യം, അദ്ദേഹം ഹെലികോപ്റ്ററിൽ ഇരുന്നു കൊണ്ട് ഈ ദുരന്ത മേഖലയിൽ അദ്ദേഹം ആകാശ വീക്ഷണം നടത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ദുരന്ത മേഖലയും അതിന്റെ വ്യാപ്തിയും അവിടെ സംഭവിച്ചത് എന്താണ്, ഉരുൾ പൊട്ടിയിറങ്ങിയ വഴികളുമൊക്കെ വിശദീകരിക്കുന്നത് സംസ്ഥാന ചീഫ് സെക്രട്ടറിയാണ്. മുഖ്യമന്ത്രിയും മറ്റ് ഗവർണറുമൊക്കെ ഈ ഹെലികോപ്റ്ററിൽ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്തിരുന്നു. അതിൽ